നമ്മളെ ഇന്നത്തെ യാത്ര ഹൈദരാബാദിലേക്കാണ്. എൻ്റെ ഇടതുവശത്ത് നടക്കുന്നത് ധനുഷും വലതുവശത്ത് നടക്കുന്ന ആദിഷുമാണ്. നമ്മുടെ തഞ്ചാവൂർ യാത്രയിൽ ഞാൻ ഇവരെ പരിചയപ്പെടുത്തിയാണ്, പക്ഷേ എനിക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു റാപ്പിഡോ പിടിച്ച്, അതായത് ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്നും റാപ്പിഡോ പിടിച്ച് നേരെ നമ്മൾ പാർക്ക് റെസിഡൻസി എന്ന് പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ബുക്കിംഗ്. ഇന്ന് രാത്രി ഇപ്പോൾ അവിടെ തങ്ങിയിട്ട്, ഇതിപ്പോൾ നമ്മൾ രാവിലെ പുലർച്ചെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ്. ദൂരെ ഇന്ത്യയുടെ പതാക അങ്ങനെ പാറി കളിക്കുന്നത് നമുക്ക് കാണാം. ഇതവിടുത്തെ ഒരു ലേക്ക് പോയിൻ്റ് ആണ്. ലേക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു റൂമാണ് ഞങ്ങൾ എടുത്തത്. ചെറിയ കാർമേഘം കാണുന്നുണ്ടെങ്കിലും സൂര്യൻ അതിനെയെല്ലാം മാറ്റിമറിഞ്ഞ് മുന്നോട്ടേക്ക് വരാനുള്ള ശ്രമത്തിലാണ്. ഇത് ഹോട്ടലിൻ്റെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു കാഴ്ചയാണ്. ചെറിയൊരു സ്വിമ്മിംഗ് പൂളും അതിനോടനുബന്ധിച്ച് പുറമേയും ഭക്ഷണം എല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ചെറിയൊരു ഈ ചായ സ്നാക്സ് പോലത്തെ പ്രിപ്പറേഷനാണ്. ബർഫി പോലെ ഒരു സാധനം, ഒരു കഴിക്കാനുള്ളൊരു സാധനം. പിന്നെ ഇവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിതൊക്കെ യഥേഷ്ടം എത്ര വേണമെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് ഹോട്ടലിലെ പുറം കാഴ്ചകൾ. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുള്ള പുറം കാഴ്ചകളായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇന്നിപ്പം പോകുന്നൊരു ദീർഘയാത്രയാണ്. ശ്രീശൈലം എന്ന് പറയും. അത് ഹൈദരാബാദിൽ നിന്നും, ശരിക്കും ഹൈദരാബാദ് കിടക്കുന്നത് തെലുങ്കാന ഭാഗത്താണെങ്കിൽ നമ്മളിന്ന് പോകുന്നത് ആന്ധ്രയുടെ സൈഡിലേക്കാണ്, ശ്രീശൈലം. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡ്രൈവറോട് സംസാരിച്ച് ഞങ്ങളിങ്ങനെ മുന്നോട്ട് യാത്ര ഇങ്ങനെ പോവുകയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ട്. എങ്കിലും ഇപ്പോൾ ഈ കാണുന്നത് അവിടുത്തെ ഫിഷറീസിൻ്റെ ഒരു ഓഫീസാണ്. നേരത്തെ നമ്മൾ കണ്ടത് നല്ലൊരു രീതിയിൽ തന്നെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിലൊക്കെയാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ പോകുന്ന പാത എന്ന് പറഞ്ഞത് നമ്മുടെ എയർപോർട്ട് പാത, ഇന്നലെ ഇപ്പോൾ വന്ന പാത തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അതിലൂടെയാണ് നമുക്ക് ഇന്ന് ശ്രീശൈലം എന്ന് പറഞ്ഞ് അവിടേക്ക് എത്തേണ്ടത്. അവിടെ ഒരു ബൃഹത്തായുള്ളൊരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ഇവിടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അവിടുത്തെ ഒരു കാഴ്ചയാണ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. ശരിക്കും ഒരു ഡ്രൈ ഏരിയ ആണ് ഞങ്ങൾ ഈ പോകുന്ന ഏരിയ എല്ലാം. അങ്ങനെ കാഴ്ചകൾക്ക് ബൃഹത്തമായുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഇങ്ങനെ പോകുമ്പോൾ ദൂരെ ചെറിയൊരു മലഞ്ചെരുവും കാര്യങ്ങളെല്ലാം കാണാം. എങ്കിലും എവിടെയും ഈ കടകളും മറ്റും എല്ലാം വളരെ കുറവാണ്. ഒരു ടൗൺഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ വളരെ ദൂരെ ഒരു ഗ്രാമീണ അന്തരീക്ഷം, പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ചെറിയൊരു ടൗൺഷിപ്പ്. കേരളം വിട്ട് കഴിഞ്ഞാൽ പൊതുവേ എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ പോകെ ഞങ്ങളിങ്ങനെ ശ്രീശൈലത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഈ ഒരു പാലം കടക്കുന്നതോടുകൂടി ഞങ്ങൾ ആന്ധ്രയിലേക്കാണ് എത്തുന്നത്. ഹൈദരാബാദ് തെലുങ്കാനയാണെങ്കിൽ ശ്രീശൈലം ആന്ധ്രയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് അധികം ദൂരമില്ല. ഇത് ശിവനും പാർവതിൻ്റെയും ടാബ്ലോ, ശിവലിംഗം അത് കാണാം. ശ്രീശൈലത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഇവിടെയാണ് ഈ ചെറിയൊരു ടാബ്ലോ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് ശിവലിംഗത്തിൻ്റെ ഇതെല്ലാം അവിടെയുണ്ട്. ഇത് ഒരു ഡാമാണ്. അവിടുത്തെ ഡാമിൻ്റെ അടുത്തുള്ള ചിത്രീകരണവും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹൈദരാബാദിലേക്ക് വരികയാണ്. അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ക്യാമറ അലൗഡല്ല, അതുകൊണ്ട് ആ ഭാഗവും കാര്യങ്ങളൊന്നും ചിത്രീകരിക്കാൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ തിരിച്ച് ഹൈദരാബാദിലേക്ക് എത്തി.